എഗെയിൻ ഞാനൊരു കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഐസിങ് ചെയ്യുന്ന കേക്കിൽ നിന്നൊക്കെ മാറി ഇന്നൊരു പുഡിംഗ് കേക്കാണ്. ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് പുഡിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം കാരമൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഈ സ്റ്റേജ് ആവുന്ന നേരത്ത് നമ്മൾ എത്രയാണോ ഷുഗർ എടുത്തിട്ടുള്ളത് അതിൻ്റെ അതേ അളവിൽ തന്നെ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആ കാരമലായിട്ടുള്ള ആ ഷുഗറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം തിളപ്പിച്ച് അലിയിച്ചതിന് ശേഷം ഒരു 200 ഗ്രാമോളം ക്യാരറ്റും ഒരു 100-150 ഗ്രാം ഡേറ്റ്സും കൂടി ഇട്ടിട്ട് അതും കൂടിയും അതിൽ കിടന്ന് സെറ്റാവുന്ന വരെ ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. ശേഷം നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലോട്ട് കിടക്കും. ഇത് ചൂടാറിയതിന് ശേഷമേ അതിലോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് കേക്കിന് വേണ്ടിയിട്ട് 3 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പൗഡേർഡ് ഷുഗറും ഒരു 1 ടീസ്പൂൺ ഓഫ് വാനില എസൻസും ഒരു 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചു. ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി അതിലോട്ട് ഇട്ടു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് മൈദയും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കുറച്ച് നമ്മുടെ കറുകപ്പട്ടയുടെ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കൂട്ടോ, അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ശേഷം നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സും അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് നല്ലോണം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഈ കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ. ശേഷം കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഓവൻ ഇല്ലാതെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ.